ഗൈസ് അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. പുതിയ വല അങ്ങനെ ടെസ്റ്റ് ചെയ്യണം സുഹൃത്തുക്കളെ. കൊള്ളാമോ കൊള്ളത്തില്ല എന്നാണ് ഇവന്മാരുടെ. ഒരാൾ പറയുന്നു ആ വല കൊള്ളത്തില്ല, ഒരാൾ പറയുന്നു ആ വല കൊള്ളാമെന്ന്. ഇവിടെ എങ്ങനെയുണ്ടോ വല? ഓമ്പിയ വലയാണ് ഗൈസ്. ഞങ്ങൾ വെള്ളത്തിറങ്ങാത്തതിൻ്റെ കാരണം എനിക്ക് പനിയാണ്. അലസയുടെ വെള്ളത്തിൽ ഇറങ്ങാത്തതിൻ്റെ കാരണം അങ്ങർക്ക് വെള്ളം നനയാൻ വയ്യ. കുളിക്കത്തോലും ഇല്ലാത്ത മനുഷ്യൻ. പുതിയ വലയുടെ പരീക്ഷണമാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറയും. നോക്കട്ടെ. ടെസ്റ്റർ കുഞ്ഞപ്പൻ എടുത്തോ. നിങ്ങൾ ഇറങ്ങണ വെള്ളത്തിൽ ഇറങ്ങ. ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോരുത്തർ കഴപ്പുടങ്ങിയ പിന്നെ എന്ത് ചെയ്യേ? ചാട്, നേരെ ചാടണേ. വാ 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 ക്യാമറമാൻ. ആ കാട്ടിൻ്റെ അകത്ത് എന്താണ് പണി? ചേട്ടാ കവർ അങ്ങോട്ട്. കവർ 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 അളിയാ വലിഞ്ഞിരിക്കണേ. കേട്ടടാ ഇരുന്നേ. എടാ അങ്ങനെ കൂടെ കോരി നിറ. ആ വലയില് വലിയ വലയല്ലേ, പൊക്കാനും പറ്റില്ല. ആ കവർ ഉണ്ടോ എന്നാണ്? വെള്ളം ഇത്രേ ഉണ്ടായിരുന്നു, പേടിക്കുവന്ന്. താഴോട്ടാണ് എന്തിനും രണ്ടു വാക്ക് പ്രസംഗിക്കടേ മൂമെന്ന് വിചാരിക്കും. ഞാൻ പോയൊന്ന് ഒരു കൈ നോക്കിയിട്ട് വാ. ഒരു ഓളം ഇല്ലാത്ത കണക്ക്. തോട്ടിക്കളാ കൊച്ചു ഞങ്ങളെല്ലാം തോട്ടിക്കളാ. വളയാതെ കിട്ടൂല. തമ്മിലേം കാണിക്കാണ് ഗൈസ് ഇവിടെ. അത് ഇങ്ങനെ എടുത്ത ഷോട്ടാടെ എല്ലാം പൊടിമീങ്ങളല്ലേടാ. മൊത്തം പോത്താണ്. അത് പ്രകൃതി നിയമമാണ്. നമുക്ക് എങ്ങോട്ട് മീൻ പിടിക്കാൻ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. താഴത്ത എന്തൊക്കെ ഒന്ന് പറ. താഴത്തെ മറ്റേ ഷോട്ട് എടാ ഇങ്ങോട്ട് വന്നപ്പോൾ മീൻ കിട്ടി തുടങ്ങിയാല് ഇല്ലേ? കിട്ടുന്നില്ലേ? മാത്രം പിടിച്ചിട്ടായി. ചെറുതെല്ലാം കരയിൽ കൂടെ കയറി പോടാ. ഓക്കെ അല്ലേ? ഒരു എനർജിയുടെ തയ്യാറാവുകയാണോ വീഡിയോ ഇറങ്ങാൻ? ഓക്കെ. മറ്റേ പേനും കൂടെ എടുത്തക്കരെ ആക്കാടെ. ആൾക്കാരുണ്ട്. മീൻ ചത്തെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ നമ്മളാണ് ബെസ്റ്റ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മീൻ ചത്ത് മലന്നിരിക്കുന്നു. നമ്മൾ എടുക്കണോ വേണ്ടയോ? എന്തോന്നുണ്ടോ നീക്ക് വെള്ളം കൊരുക്കി കളിക്കണോ? ഇത് എങ്ങനെ ചത്ത ജീവൻ നൽകിയാണ്. ഞാനൊന്ന് കൃത്രിമ ശ്വാസം കൊടുക്ക്. കൃത്രിമ ശ്വാസം കൊടുക്കണ ഇവിടെ ചുണ്ടിലാണ് കൊടുക്കണത്. ചുണ്ടും ഞാൻ സിഗ്മായ. ഇവിടെ നോക്കട്ടെ. ഇതിനെ കണ്ടിട്ടുണ്ടോ? ഇതുണ്ട്. ഇതാണോ? കൈ മാറ്റുന്നില്ല. ഇല്ല, ഇത് നെത്തോലിയാ. അതാണ് ഞാൻ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് നെത്തോലി കണ്ടിരിക്കുകയാണ്. നമ്മളെന്നാ വിശദമായി കാണിച്ചു തരാം. നെത്തോലി കുഞ്ഞാണ് പിടിച്ചോ. കാണുന്നുണ്ടോ? ചില മീനുകൾ നമ്മൾ ഇതുവരെയും കാണാത്ത സൈസാണ്. സൈസ് മീനുകൾ. പക്ഷെ ഇതൊന്നും വേണ്ട നമുക്ക്. കറക്റ്റ് നെത്തോലി കുഞ്ഞ്. നെത്തോലി ഇതെങ്ങനെ ഇവിടെ വരാൻ? കടലിൽ നിന്ന് നേരെ കായലിൽ നേരെ ആറ് തോടിന് നേരെ ഓരോരുത്തര ഐഡിയ കിടക്കട്ടെ ചുമ്മാ കാണാൻ വേണ്ടി. ആ വലിയ മീനുകൾ എടുത്തോ. ഇവിടെ രണ്ടെണ്ണം ഇവിടെ കിടക്കണ രണ്ടെണ്ണം വരി. എൻ്റെ ചെറിയ മീനെടുത്ത എന്തിന് കളിക്കണം? അതിന്റെ വലുതാ.
ഇത് അതിന്റെ കുട്ടികളാണ്. അതിന്റെ കുട്ടികളാടാ മണ്ടന്മാര്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ക്ഷമിക്കൂ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ഈ മീനിനെ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ കമന്റ് ചെയ്യണ്ടേ? അങ്ങനെയും കുറച്ച് വള്ളു കേട്ടോ. നിങ്ങൾ കരക്കട പറഞ്ഞ കാരണം എന്തിനാണ്? നിങ്ങളെ കാല് വയ്യ, കാല് പഴുപ്പ് ഓടോടന്നു. അവിടെ രണ്ട് സംഭവിച്ചവിടെ. എന്തായാലും ഇത് ഒരു ലോഡല്ലേ? കയ്യിൽ എന്തൊക്കെ പൊക്കണ പൊത്ത് കേറണ്. ഇത് തിരുവനന്തപുരത്തിന്റെ ചില ഉൾഗ്രാമങ്ങളിൽ ഇങ്ങനെയാണ്. ക്ഷമിക്കണം നിങ്ങൾ. പൊക്കാണ് മറ്റെന്തൊരു ചുണ്ടമ്പരളിനെ യഥാർത്ഥ പേര് ചുണ്ടമ്പരള്. നമ്മള് ചുണ്ടമ്പരള് എന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ മീൻ കിട്ടിയില്ലെങ്കിൽ കമ്പട മീനുള്ള സ്ഥലം ഭയങ്കര സ്ഥലം. ഒരു ഉണ്ണാക്കും കിട്ടിയില്ല. അതിനകത്ത് എന്തരാ കേറി കണക്ക് എനിക്ക് തോന്നുന്നു. പല സൈസ് മീനുകൾ കിട്ടും. കിട്ടിയാടാ? ഇല്ലല്ലോ. കേറാടാ. ഒടുക്കത്തെ കുഴി. അങ്ങോട്ട് ഇറങ്ങിയാൽ ഞാൻ തന്നെ ആഹാ 6 അടിച്ചിരിക്കുകയാണ്. അരുണ 2 ലഭിച്ചിരിക്കുന്നു. ഞാൻ പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയച്ചേക്കാം. ആ വിലത്ത് നിന്ന് ഇരുന്നിട്ട് ചൂടെടുക്കണമെന്നാ. ആ പോടാ കടന്ന് കേറി വാടാ, കേറി വാ. ടൈം എന്തൊരു ആനേ, കേറി വാടാ. അപ്പൊ ആ സാധനം എടുത്തിട്ടാണ് അന്നെ കിടന്ന്. അരുണേ ഒരു ചിരി ഈ അങ്ങനെ ഞങ്ങളെ ആറ്റിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇല്ലടാ അരുണേ, വിടരുത്. ഇവിടെ നിന്നല്ല അങ്ങോട്ട് വരുന്ന ആമി. അത് നല്ല പേര് കേട്ടോ, ആമി. എന്റെ ആമി. നിന്റെ ആമിയാ? ഇവിടെ നെത്തോലിയാ?